ദേശീയപാത വികസനത്തിന് ഏറ്റെടുത്ത ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുക സർക്കാർ തട്ടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഹൈവേ വികസനത്തിനായി 25ലധികം ക്ഷേത്രങ്ങളിൽ നിന്നായി വിട്ടു നൽകിയത് 4.55 ഏക്കർ ഭൂമിയും ക്ഷേത്ര നിർമ്മിതികളുമാണ്. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കൊല്ലത്തും എല്ലാം വ്യാപകമായി ഭൂമിനഷ്ടം സംഭവിച്ചു. നഷ്ടപരിഹാര തുകയായി അനുവദിച്ച കോടികൾ സർക്കാർ കൈക്കലാക്കിയത് ജനം TV പുറത്തു കൊണ്ടുവരികയായിരുന്നു. ജനം എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് നമുക്കൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച നിർണായകമായ വാർത്ത പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഈ ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകും, ആ നഷ്ടപരിഹാര തുകയിൽ വല്ലാതെ കൈവച്ചിട്ടുണ്ട് സർക്കാർ എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപയാണ് നഷ്ടം സംഭവിക്കുന്നത്. പറയൂ, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നു? രാഖി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 25 ക്ഷേത്രങ്ങളും ഉപക്ഷേത്രങ്ങളുമായി 4726 ഏക്കർ ഭൂമിയും ക്ഷേത്ര നിർമ്മിതികളുമാണ്. അതായത് ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കമുള്ള ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള അനുബന്ധ സംവിധാനങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങളോട് കൂടിയ ഇത്ര 4276 ഏക്കർ സ്ഥലം, ആ ഭൂമിയാണ് ഈ ഹൈവേ നിർമ്മാണത്തിന്, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിട്ടുകൊടുക്കുന്നത്. ഇതിൽ കോടികളാണ് ഇതിൻ്റെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ ദേവസ്വം ബോർഡിന് ലഭിക്കുകയും ചെയ്തത്. എന്നാൽ ആ ലഭിച്ച തുകയെല്ലാം സർക്കാരിലേക്ക് എടുക്കുന്നു, സർക്കാർ തന്നെ സ്വീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അതായത് ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെല്ലാം സർക്കാർ ഭൂമിയാണ് എന്നത്, ദേവസ്വം ബോർഡ് ലാൻഡ് സർക്കാർ ഭൂമിയാണ് എന്നതടക്കമുള്ള ന്യായീകരണവാദങ്ങൾ നിരത്തിക്കൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയുമുള്ള ഇത്തരത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും വിവിധ ദേവസ്വം ബോർഡിൻ്റെ സബ് ഗ്രൂപ്പിൻ്റെ അധീനതയിലുള്ള വിവിധ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിലൂടെ ഈ സബ് ഗ്രൂപ്പുകളിലെ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സംവിധാനമാണ് എന്നാണ് ദേവസ്വം ബോർഡ് തന്നെ പറയുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഭരണ സംവിധാനത്തിലടക്കം ദേവസ്വം ബോർഡിന് ഒരു സ്വതന്ത്ര സംവിധാനമാണെന്ന് പറയുകയും ചെയ്യുന്നു. അതിനിടയിൽ സർക്കാർ പറയുന്നത് ഇത് സർക്കാരിന് കൂടി അവകാശപ്പെട്ടതാണ് എന്ന തരത്തിലാണ്. അതായത് ഈ സ്വതന്ത്ര സംവിധാനമാണെന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ ഭരണനിർവഹണത്തിലടക്കം സർക്കാരിന് പങ്കുണ്ടെന്ന് ആദ്യം പറയുന്നു. നേരത്തെ മറ്റൊരിക്കൽ പറയുന്നത് ഇത് ദേവസ്വം ബോർഡ് തന്നെ സ്വതന്ത്ര സംവിധാനമാണെന്നും പറയുന്നുണ്ട്. ഇങ്ങനെ ഒക്കെ പറയുന്ന സർക്കാർ തന്നെയാണ് ദേവസ്വത്തിൻ്റെ ഭൂമിയും സ്വത്തും എല്ലാം തട്ടി എടുക്കുന്ന നിലയിലേക്ക് എത്തുന്നത്. ഏറ്റവും പുതിയതായിട്ടുള്ള വിവരങ്ങളാണ് ഇത്തരത്തിൽ ക്ഷേത്ര സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ വികസനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് അടിയന്തര ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിക്കേണ്ട തുകയാണ് ഇത്തരത്തിൽ ലഭിക്കുന്ന ഈ തുകകൾ എന്ന് പറയുന്നത്. അതായത് ഈ ദേശീയപാത നിർമ്മാണവുമായൊക്കെ ലഭിക്കുന്ന കോടികൾ എന്ന് പറയുന്നത്, ആ തുകയാണ് ഇപ്പോൾ സർക്കാരിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കടക്കം ഇടയാക്കുന്നൊരു സാഹചര്യം കൂടിയാണ് ഇത്. കാരണം ദേവസ്വം ബോർഡിനെ തന്നെ തകർക്കുന്ന രീതിയിലേക്കുള്ള, ഇതിൻ്റെ ഭരണ സംവിധാനത്തെ തന്നെ തകർക്കുന്ന നിലയിലേക്കൊക്കെയാണ് ഈ കൈകടത്തലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള അനാസ്ഥ, അതായത് ക്ഷേത്രങ്ങളോടൊക്കെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് കാണിക്കുന്നത്. അതിനൊരു ഉദാഹരണം കൂടിയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ആ ക്ഷേത്രങ്ങൾ വിട്ടുകൊടുത്തതിൻ്റെ, ക്ഷേത്രഭൂമി വിട്ടുകൊടുത്തതും ക്ഷേത്രങ്ങളുടെ സ്ഥാപനങ്ങളടക്കം സ്ഥിതി ചെയ്യുന്ന ആ ഭൂമികൾ വിട്ടുകൊടുത്തതിൻ്റെ തുക സർക്കാരിലേക്ക് എടുക്കുന്നു. സർക്കാരിലേക്ക് തന്നെ ദേവസ്വം ബോർഡിന് നൽകാതെ സർക്കാർ എടുക്കുന്നു, ഭീമമായിട്ടുള്ള തുക എടുക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാഖി.